ഹലോ റീഡേഴ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലും അതുപോലെ എക്സൈറ്റിങ്ങുമാണ്. സോ ഐ എം ഗോയിങ് ഓൺ എ ട്രിപ്പ് ടു മാൽഡീവ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അത് വ്ളോഗ് ചെയ്തുകൂടാന്ന്. അപ്പോൾ ഓൾസോ അതിൻ്റെ കൂടെ ഐ ബി റീഡിങ് സം ബുക്സ്. അപ്പോൾ ഞാൻ ഏത് ട്രിപ്പ് പോകുമ്പോഴും ഞാൻ യൂഷ്വലി ബുക്സ് എൻ്റെ കയ്യിൽ കരുതാറുണ്ട്. ബട്ട് അത് സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ആക്കാറില്ല. അപ്പോൾ ഇത്തവണ I plan to do so, like I need to complete at least one book എങ്കിലും. അപ്പോൾ ഐ എം സോ എക്സൈറ്റഡ് ടു ഗോ ഓൺ ദിസ് ട്രിപ്പ്. കാരണം കുറച്ച് കാലമായി ഞാനിത് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു സാഹചര്യം ഒത്തുവരാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ ഇഫ് ഐ മേക്ക് എനി കൈൻഡ് ഓഫ് മിസ്റ്റേക്സ് പ്ലീസ് ബിയർ വിത്ത് മീ. സോ ഉച്ചക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് 1 o'clock. അപ്പോൾ ഞങ്ങൾക്കൊരു 10 o'clock ആകുമ്പോഴേക്കും എയർപോർട്ടിലെത്തണം. അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ ബോർഡ് ചെയ്യുന്നത്. ആൻഡ് ആകെ 1 മണിക്കൂർ യാത്രയുള്ളൂ പ്ലെയിനിൽ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ബോട്ടിലാണ് പിന്നെ നമ്മൾ ഈ ഒരു ഐലൻഡിലോട്ട് പോകുന്നതെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. സോ ദി ബുക്സ് ഐ എം ഗോയിങ് ടു റീഡ് ഡ്യൂറിങ് ദിസ് ട്രിപ്പ് ഈസ് ഒന്ന് റിമൈൻഡേഴ്സ് ഓഫ് ഹിം ബൈ കൊലിൻ ഹൂവർ. ദിസ് ഇസ് സോ ഫാസ്റ്റ് പേസ്. നെക്സ്റ്റ് വൺ ഇസ് ദ ലാസ്റ്റ് മിസ്സസ് പാരിഷ്. ഇതൊരു ത്രില്ലർ ബുക്കാണ്. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് മേ ബി പോസിബിൾ ടു റീഡ് ഡ്യൂറിങ് ദിസ് ട്രിപ്പ്. ഇവിടെ എത്തിയപ്പോൾ ഒരു 4 മണിയൊക്കെ ആയി. 4 മണി ആ ഒരു സമയമായപ്പോഴാണ് ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തത്. ഹോട്ടലൊന്നും കുഴപ്പമില്ല. ആൻഡ് അതിനുശേഷം ഞങ്ങൾ ഇവിടെ ബീച്ചിലൊക്കെ ഒന്ന് പോയി. സോ ബീച്ചൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ലൈക്ക് അതുപോലെ വൈബ് ഭയങ്കര അടിപൊളി വൈബാണ്. ലൈക്ക് രാത്രിയൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാം, ഭയങ്കരമായിട്ട് ആ ബീച്ച് എൻജോയ് ചെയ്യാം. സോ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഞാൻ പ്ലെയിനിൽ വെച്ച് ഞാൻ കുറച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓൾമോസ്റ്റ് ഞാൻ ഇവിടെ എത്തി. സോ ഇതിൽ മെയിൻ ക്യാരക്ടർ ആണ് ആംബർ. അവളൊരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് സൈക്കോ ആണ്. അവൾക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആണ്. ലൈക്ക് അവൾക്കൊന്നുമില്ല, അവൾക്ക് പലതും വേണം, പക്ഷെ അതൊന്നും അവൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ ഒരു ഗേൾ ഉണ്ട്, അവളുടെ പേരാണ് ഡാഫ്നെ പാരിഷ്. അപ്പോൾ ഈ ആംബറിന് വേണ്ടതെല്ലാം അവളുടെ ലൈഫിലുണ്ട്. ഡാഫ്നയ്ക്ക് നല്ലൊരു മില്യനയർ ആയിട്ടുള്ള ഹസ്ബൻഡ് ഉണ്ട്, അതുപോലെ വലിയൊരു മാൻഷൻ ഉണ്ട്. പിന്നെ ആംബറിന് വേണ്ടതെല്ലാം ഡാഫ്നയുടെ ലൈഫിലുണ്ട്. ഡാഫ്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഡാഫ്നെ വീഴ്ത്താൻ വേണ്ടിയിട്ടും ആംബർ കുറേ ഡ്രാമ ഒക്കെ പറഞ്ഞ് ലൈക്ക് എനിക്ക് 2 പേർക്കും സിമിലർ ആയിട്ടുള്ള ഒരു സിസ്റ്റർ മരിച്ച സ്റ്റോറിയൊക്കെ എടുത്തിട്ടിട്ട് അവളുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ഷൻ ഫോം ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ആംബറിന് കംപ്ലീറ്റ്ലി ഡാഫ്നെ ഇഷ്ടമൊന്നുമല്ല, ലൈക്ക് ഭയങ്കരമായിട്ട് അവളോട് ജലസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ആംബറിന് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു അൺറിലയബിൾ ആയിട്ടുള്ള ഒരു നെറേറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഐ ഡോണ്ട് നോ വാട്ട് ഐ ഫീൽ അബൌട്ട് ദിസ് ബുക്ക് ബിക്കോസ് ഇറ്റ്സ് വേ ടു ഏർലി. മേ ബി ഞാനൊരു 50 or 100 pages ഇപ്പോൾ വായിക്കും. ആൻഡ് ഐ ഗിവ് യു ദ അപ്ഡേറ്റ് ടുമോറോ. അപ്പോൾ നാളെ എനിക്ക് നേരത്തെ എണീക്കണം. ഒരു 8 മണിയാകുമ്പോഴാണ് അവർ എല്ലാ അഡ്വെഞ്ചേഴ്സിനും കൊണ്ടുപോകുന്നത്. സോ ഐ ഗിവ് യു ആൻ അപ്ഡേറ്റ് ബിഫോർ ദാറ്റ് ഹോപ്പ്ഫുള്ളി.
സോ ഞാൻ റിസപ്ഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, ഇതൊരു ബുക്ക് ഷെൽഫ് കേട്ടോ. നിറച്ചും ബുക്സ് ഉണ്ട്, ബട്ട് ഒന്നും തന്നെ അറിയുന്നതല്ല. അപ്പോൾ എവിടെയാണെങ്കിലും ബുക്സ് കണ്ടു കഴിഞ്ഞാൽ അവിടെ വീഴുമല്ലോ. അപ്പം ഞാൻ നോക്കുകയായിരുന്നു ഏതൊക്കെ എനിക്ക് അറിയാവുന്നതായിട്ട് കയ്യിലുണ്ടാവുന്നതേ ഉള്ളൂ. ബട്ട് എന്തായാലും അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് എനിക്ക് പറ്റിയില്ല. കുറച്ച് നേരത്തെ പോകേണ്ടി വന്നു ഞങ്ങൾക്ക്. ആൻഡ് വി ഹാഡ് സോ മച്ച് ഫൺ ടുഡേ. കാരണം ഇന്നത്തെ ദിവസം ആയിരുന്നു ഇമ്പോർട്ടൻറ്റ്. സോ ഇന്നായിരുന്നു നല്ല അഡ്വഞ്ചേഴ്സ് ഒക്കെ. ലൈക്ക് ഞങ്ങളെല്ലാവരും ബോട്ടിൽ പോയിട്ട് ആൻഡ് അവിടെ ഒരു ഗൈഡ് ഉണ്ടാവും. സോ അവർ ലൈഫ് ബോട്ടൊക്കെ തന്ന് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങും. അത് കടലിൻ്റെ നടുവിലായിട്ട്. ആൻഡ് ദെൻ നമുക്ക് ഇങ്ങനെ കടലിൻ്റെ ഉള്ളൊക്കെ കാണാൻ പറ്റും. The sea looked so beautiful, like blue color ആയിരുന്നു. ആൻഡ് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ലൈക്ക് അതൊക്കെ ഞാൻ ഇവിടെ വരുമ്പോഴാണ് കാണുന്നത്. ഓൾസോ ടേർട്ടിൽ ബീച്ച് ഉണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ടേർട്ടിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കാണാൻ പറ്റി. ആൻഡ് ഡോൾഫിൻ വാച്ച് ഉണ്ടായിരുന്നു, അതൊക്കെ കാണാൻ പറ്റി. സോ ടുഡേ വാസ് സോ മച്ച് ഫൺ. അതുകൊണ്ട് തന്നെ എനിക്ക് വായിക്കാൻ തീരെ പറ്റിയില്ല. ഹോൾ ഡേ ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. ഇപ്പോഴാണ് റൂമിൽ തിരിച്ചെത്തി ഒന്ന് ഫ്രഷ് ആയി ഒന്ന് പുറത്തു പോയി വന്നത്. ഐ റെഡ് ഓൾമോസ്റ്റ് ടിൽ ഹിയർ. ആൻഡ് ഇപ്പോഴും സെയിം തിങ് ആണ് ഹാപ്പനിങ്. ലൈക്ക് ആംബർ ഭയങ്കരമായിട്ട് ഡാഫ്നയുടെ സോഫ്റ്റ് സൈഡിൽ കയറി പറ്റാൻ നോക്കുകയാണ്. ആൻഡ് ഡാഫ്നയോട് ദേഷ്യമാണെങ്കിലും ഭയങ്കരമായിട്ട് അവളോട് ഡ്രാമ കളിച്ച് ഭയങ്കരമായിട്ട് അവൾ സോപ്പിട്ട് നിർത്തുകയാണ്. ആംബറിന് നമുക്ക് തീരെ ഇഷ്ടാവില്ല. ഓൾസോ നമുക്ക് നല്ല സംശയമുണ്ട് ലൈക്ക് ഡാഫ്നെ പറ്റിയിട്ടും ഡാഫ്നൻ്റെ ഹസ്ബൻഡിനെ പറ്റിയിട്ടൊക്കെ. സോ വാട്ട് ഈസ് ഗോയിങ് ഓൺ ആൻഡ് ഓൾ. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോണതെന്നും അതുപോലെ ആംബറിനുള്ള പാസ്റ്റും ഒക്കെ. ഞാൻ ഇതുപോലെ ഒരുപാട് ത്രില്ലേഴ്സ് വായിച്ചിട്ടുണ്ട്. ലൈക്ക് ഇതുപോലെ മെയിൻ ക്യാരക്ടർ ഒരു ഫാമിലിയുമായിട്ട് ഒബ്സസ്ഡ് ആവുക ആൻഡ് അവരുടെ ആ ഒരു വെൽത്തി ലൈഫുമായിട്ട് ഒബ്സസ്ഡ് ആവുക ആൻഡ് അവർ ഇൻട്രൂഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. സോ അതേ ഒരു ടൈപ്പ് വൈബാണ് ഇതും തരുന്നത്. ആൻഡ് ഇപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഇതെങ്ങനെയായിരിക്കും ബുക്ക് പോകുന്നത്, ഇത് ഡയറക്ഷൻ ഒക്കെ. സോ ഫാർ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വെച്ചാൽ റൈറ്റിംഗ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ആൻഡ് എനിക്ക് അത്ര അങ്ങോട്ട് എന്താ പറയുക ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് തോന്നുന്നില്ല. അതൊക്കെയാണ് എൻ്റെ തോട്ട്സ് ഓൺ ദ ലാസ്റ്റ് മിസ്സസ് പാരിഷ്. സോ അത്രേ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വായിക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് രാത്രി കുറച്ച് ഞാനൊക്കെ വായിച്ചിട്ടേ എടുക്കുള്ളൂ. ആൻഡ് നാളെ മോർണിംഗ് പറ്റുകയാണെങ്കിൽ ഒരു അപ്ഡേറ്റ് തരാം. അവിടെ ബീച്ചിൽ നല്ല ഭംഗിയുള്ള പവിഴപ്പുറ്റുകളും നല്ല ശംഖുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെറുക്കലായിരുന്നു ഞങ്ങളുടെ ഡേ 3 പണി. പിന്നെ ഡേ 3 ചെയ്തതായിരുന്നു ഫിഷിങ്. അപ്പോൾ അതിങ്ങനെ കടലിൻ്റെ നടുവിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഫിഷിങ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കി തരും. അത് നല്ല ഫണ്ണായിരുന്നു. യെസ്റ്റർഡേ വാസ് ഡേ 3. അപ്പോൾ ഡേ 3 ഭയങ്കര മോശമായ ഒരു ദിവസമായിരുന്നു. ഒന്നാമത് വെതർ ഭയങ്കര മോശമായതുകൊണ്ട് നല്ല കാറ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിചാരിച്ച വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആകെ ഒന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫുൾ ബീച്ചിൽ കുളിയും സ്വിമ്മിംഗ് പൂളിൽ കുളിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇന്നലെ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കാര്യമായിട്ടൊന്നും വായിക്കാനും പറ്റില്ല. ഇന്നലെ രാത്രിയാണ് കുറച്ചൊക്കെ ഞാൻ വായിച്ചത്. പിന്നെ ഇന്നിപ്പോൾ ഡേ 4 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് കൊടുക്കണം. ഒരു 11:30-12 ആകുമ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് കൊടുക്കണം. ആൻഡ് നമ്മൾ പിന്നെ ബോട്ടിലാണ് തിരിച്ച് ഈ മാൽഡീവ്സിലെ എയർപോർട്ടിലോട്ട് പോകുന്നത്. അവിടുന്ന് പിന്നെ ഫ്ലൈറ്റിന് നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തും.
ഒരു ഓൾമോസ്റ്റ് 5-6 o'clock ഈവനിങ് ആകുമ്പോഴേക്കും എത്തും. അങ്ങനെ ഇപ്പോൾ ഹോൾ ഈ ട്രിപ്പിൽ എനിക്ക് കാര്യമായിട്ടൊന്നും വായിക്കാൻ പറ്റിയില്ല. 3 ദിവസം ഉണ്ടെങ്കിലും ഞാൻ ബുക്കിൻ്റെ ഒരു ഹാഫ് വേ എത്തിയിട്ടുള്ളൂ. സോ ഫാർ ആംബറിൻ്റെ കുറേ സെൽഫിഷ് ആയിട്ടുള്ള ഡാഫ്നയിൽ നിന്ന് എല്ലാ വെൽത്തും എല്ലാം തട്ടിയെടുക്കാനുള്ള ഒരുപാട് ചീഞ്ഞ പ്ലാൻസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡാഫ്നയുടെ ക്യാരക്ടർ സീംസ് ലൈക്ക് അവൾ പോർട്രേ ചെയ്യുന്നത് ഭയങ്കര ബാഡായിട്ടാണ്. ബട്ട് ഡാഫ്നെ അത്രയും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടറല്ല. ജാക്സൺ വളരെ ഗുഡായിട്ടാണ് ഇതിൽ പോർട്രേ ചെയ്യുന്നത്. കാരണം ആംബറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ജാക്സൺ നല്ലൊരാളാണ്. ആൻഡ് ആംബറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആംബറിന് ജാക്സൺ എങ്ങനെയായാലും നേടിയെടുക്കും വേണം. അതൊക്കെ എങ്ങനെയായിരിക്കും ട്വിസ്റ്റായി വരിക എന്ന് നമുക്കറിയില്ല. സോ അതൊക്കെയാണ് അപ്ഡേറ്റ്സ്. ഇഷ്ടമുള്ളവർക്ക് വരാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് മാൽഡീവ്സ്. അതുപോലെ സൈറ്റ് സീയിങ്ങിന് ഒരുപാട് ട്രാവൽ ചെയ്ത് തളരേണ്ട ആവശ്യമില്ല. ആ ഒരു ദ്വീപിൽ തന്നെ നമുക്ക് കാണാൻ ഉള്ളതൊക്കെ ആ ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിലെത്തി. അപ്പോൾ ഇന്നലെ രാത്രിയായിരുന്നു എത്തിയത്. ആൻഡ് എല്ലാം എവറിത്തിങ് ഈസ് സേഫ് ആൻഡ് സൗണ്ട്. അപ്പോൾ ഞാൻ ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ദിസ് ഈസ് ഗുഡ് ബട്ട് നോട്ട് ടു ഗ്രേറ്റ്. ഇതൊരു 3.5 സ്റ്റാർ റീഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് പ്രിറ്റി മച്ച് ദ പ്ലോട്ട്. അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. ബട്ട് ഐ റിയലി ലവ് ദ ട്വിസ്റ്റ്. ഈവൻ ദോ ഞാനത് കുറച്ച് മുന്നെങ്കിലും എനിക്ക് മനസ്സിലായി ഇങ്ങനെ തന്നെയാണ് കഥ പോകുന്നതെന്ന്. ബട്ട് സ്റ്റിൽ ഐ ലവ് ദ എൻഡിങ് ആൻഡ് ഐ ലവ്ഡ് ഹൗ എവറിത്തിങ് ടേൺഡ് ഔട്ട്. ആ ഒരു കൺക്ലൂഷൻ എല്ലാം എനിക്കിഷ്ടമായി. ദിസ് വാസ് ഓക്കെ. ഒരു ഗുഡ് ത്രില്ലർ, ഒരു ഗുഡ് ഡൊമസ്റ്റിക് ത്രില്ലർ. മേ ബി ബിഗിനർ ആണെങ്കിൽ മേ ബി യു വിൽ നോട്ട് സീ ദ ട്വിസ്റ്റ്. ബട്ട് നിങ്ങൾ ഒരുപാട് ബുക്സ് വായിച്ച ഒരാളാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ടു ഗെസ്. ബട്ട് സ്റ്റിൽ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനും നല്ലൊരു ജസ്റ്റിസ് കിട്ടിയൊരു ഫീൽ ആവുമ്പോൾ വിൽ ബി ഹാപ്പി ആഫ്റ്റർ റീഡിങ് ദ ബുക്ക്. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു ഫീലായിരുന്നു. ലൈക്ക് ഐ എം നോട്ട് സാഡ് ദാറ്റ് ഐ ഹവ് റെഡ് ദിസ്. പിന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിലും ഇറ്റ് വാസ് എൻജോയബിൾ. ത്രൂ ഔട്ട് ദ ജേർണി ഒരു ബുക്ക് മാത്രമേ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഐ റിയലി എൻജോയ്ഡ് ദ ട്രിപ്പ് ഓൾസോ. ഞാൻ ഈ ബുക്ക് വായിക്കുന്ന എക്സ്പീരിയൻസും എൻജോയ് ചെയ്തു. അതിനിടയ്ക്ക് ഞാൻ എന്നെ തന്നെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഒന്നും ആക്കിയിട്ടില്ല. ഭയങ്കര ഈസി ആയിട്ട് കാമായിട്ട് എനിക്ക് സമയം കിട്ടും മാത്രമേ വായിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് മേ ബി എനിക്ക് 2 ബുക്സ് ഒന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റാഞ്ഞത്. ബട്ട് എനിക്ക് ആ ഒരു ട്രിപ്പും എൻജോയ് ചെയ്യണം, അതുപോലെ ബുക്കും എൻജോയ് ചെയ്യണം. സോ ഐ തിങ്ക് ഒരു ഫെയർ ജോബാണ് ഞാൻ ചെയ്തത്. സോ ദിസ് വാസ് ഫൺ. ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും ചെയ്യണമെങ്കിൽ കമന്റ് ദം ഡൗൺ ബിലോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. ഐ വിൽ സീ യു വിത്ത് another one. Till then, bye bye and take care.